ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയുടെ ഒരു ഭാഗം കറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫോർട്ട് കൊച്ചിയുടെ കുറേ വീഡിയോകളും മട്ടാഞ്ചേരിയുടെ വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് ഇവിടെ വരുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫോർട്ട് കൊച്ചിയുടെ ഈ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വരികയാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. സാന്റാക്രോസ് കത്തീഡ്രൽ ബസലിക്ക, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, ഫോർട്ട് കൊച്ചി ബീച്ച്, ഇന്ത്യ പോർട്ടുഗീസ് മ്യൂസിയം, പ്രിൻസസ് സ്ട്രീറ്റ്. ഒരു പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു കട കണ്ടില്ലേ, ഇത് ഒരു സെൻറ്റിൻ്റെ ഒരു കടയാണ്. ഭയങ്കര മണമായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ ഈ നിൽക്കുന്ന സ്ഥലമാണ് പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയും. ഇതൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വൈകുന്നേരങ്ങളിലൊക്കെ വരണം, നിങ്ങൾ നൈറ്റൊക്കെ വരണം, നല്ല വൈബായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ന്യൂ ഇയർ സമയത്തൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ അടിപൊളി വൈബാണ്. പിന്നെ കൊച്ചി ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഫോറിനേഴ്സ് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഞാൻ കണ്ടിരുന്നു. അത് കണ്ടില്ല, ഇവിടെ എല്ലാം കോഫി ഷോപ്പ് അങ്ങനെയുള്ള കടകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഹോട്ടൽ അങ്ങനെയുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ ഫ്രണ്ടിലാണ്. വാട്ടർ മെട്രോ അത്യാവശ്യം ക്ലീൻ ആൻഡ് ബെറ്ററാണ്, അടിപൊളിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ ഞാൻ വാട്ടർ മെട്രോയുടെ ഫ്രണ്ടിൽ വന്ന് ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് ഞാൻ ചെറിയൊരു കാർഡ് തന്നിരുന്നു. നമ്മൾ ആ കാർഡും കൊണ്ട് വേണം തുടർന്ന് യാത്ര ചെയ്യാൻ. അങ്ങനെ ഞാൻ നേരെ ഏതാണ്ട് ഇവിടെ സ്കാൻ ചെയ്യണം. ഈ സൈഡിൽ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇത്രയും സ്കാനറുണ്ട്, കാരണം നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇത്രയും സ്കാനിങ് നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ സാധിക്കും. അങ്ങനെ ഞാൻ സ്കാനർ ചെയ്ത് അങ്ങനെ അകത്തോട് വന്നു. അങ്ങനെയാണ്ട് ഈ സൈഡിൽ ഫുള്ള് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വാട്ടർ മെട്രോയെക്കുറിച്ചുണ്ട്, ഈ സൈഡിലൊക്കെ ഇരിക്കാൻ കുറേ സൗകര്യങ്ങളുണ്ടോ. എനിക്ക് വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല വൃത്തിയാണ്. ജെൻസ് ആൻഡ് ലേഡീസിന് ടോയ്ലറ്റ് സൗകര്യമുണ്ട്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കിടക്കുക വരാണെങ്കിൽ ചെയ്യാം. ഈ ഒരു ബെഞ്ചിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നമുള്ളവർക്ക് ഒന്ന് നിവർന്ന് കിടക്കാനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനെ ഞാൻ ഇതിനകത്തൂടെ കുറച്ച് മുന്നിൽ വന്നപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിടക്കുന്ന വാട്ടർ മെട്രോ ഉണ്ടല്ലോ, അത് സ്റ്റാർട്ടായി, ഞങ്ങളത് പോവുകയാണ്. അങ്ങനെ എന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ രണ്ടാമത് എനിക്ക് ഹൈക്കോർട്ടിലോട്ടുള്ള വാട്ടർ മെട്രോ വന്നിരിക്കുകയാണ്. അങ്ങനെ പതിയെ മുന്നോട്ട് വന്നു. ഈ സൈഡിലൊക്കെ ഫിഷിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഏരിയ. അങ്ങനെ പതുക്കെ ഞാൻ എൻ്റെ വാട്ടർ മെട്രോയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്, കുറേ ആൾക്കാർ പോകാനുണ്ട്. നല്ല ലാഭത്തിലോടുന്ന സാധനമാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നേരെ ഹൈക്കോർട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ കയറാൻ സാധിക്കും. നേരെ ഫോർട്ട് കൊച്ചിയിലോട്ടും വൈപ്പിനിലോട്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വാട്ടർ മെട്രോ ഉണ്ട്. അങ്ങനെ തുച്ഛമായ പൈസ, വലിയ പൈസയൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. തുച്ഛമായ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ സാധിക്കും, വീഡിയോ എടുക്കാൻ സാധിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം. വാട്ടർ മെട്രോയുടെ ഉള്ളിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. അങ്ങനെ ഇതിനകത്ത് ഞാൻ വന്നപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, മലയാളികൾ കുറവായിരുന്നു. അങ്ങനെ അവരെല്ലാം അവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റിൽ നിൽക്കുന്നു. അങ്ങനെ വാട്ടർ മെട്രോയുടെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയിൽ നിന്ന് ഹൈക്കോർട്ട് വാട്ടർ മെട്രോയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു യാത്ര. നേരെ ഇനി മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വാട്ടർ മെട്രോയിൽ വന്നിരുന്നു. ഹൈക്കോർട്ട് വാട്ടർ മെട്രോയിൽ നിന്ന് വൈപ്പിൻ വാട്ടർ മെട്രോയിലേക്ക് യാത്ര ചെയ്തിരുന്നു. തിരിച്ചും അവിടെ നിന്ന് യാത്ര ചെയ്തു.
അന്ന് നല്ല തിരക്കായിരുന്നു. ഉദ്ഘാടന സമയത്തായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇതിനകത്തിരിക്കാനും നിൽക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അന്ന് നല്ല തിരക്കായിരുന്നു. ഇതിനകത്ത് ഫുള്ള് ജനങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ നേരെ എക്സിറ്റിലോട്ട് പോവുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ചിപ്പില്ലേ, ആ ഒരു കാർഡ്, ആ കാർഡ് ഇവിടെ കൊടുക്കുക. ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ വെളിയിലോട്ട് പോകാൻ. ജസ്റ്റ് ഒന്ന് അവരുടെ കൊടുക്കുക, നമ്മൾ വെളിയിലോട്ട് പോവുക. കണ്ടില്ലേ, ഇത് അവർ സ്കാൻ ചെയ്യും. അങ്ങനെ നേരെ വാട്ടർ മെട്രോയുടെ വെളിയിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല ക്ലീനാണ്. അത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ തന്നെ അത് ക്ലീൻ ചെയ്യുക, തുപ്പിയിടാൻ പാടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഡസ്റ്റൊക്കെ അതിൻ്റെ ഡസ്റ്റ് ബോക്സിൽ തന്നെ വിക്ഷേപിക്കുക. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങൾക്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അവരുടെ ജോലി കുറയും. അങ്ങനെ ഇതാണ് ഹൈക്കോടതി വാട്ടർ മെട്രോയുടെ മുൻവശം. അങ്ങനെ നേരെ ഞാൻ ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. അത് ഈ സൈഡിലൊക്കെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ കുറേ ബോട്ടുകൾ കണ്ടില്ലേ കിടക്കുന്നത്. നിങ്ങൾ കോളേജിൽ നിന്നോ സ്കൂളുകളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അത് ഞാൻ തിരക്കിയിരുന്നു. എത്ര രൂപയാണെന്നറിയില്ല. അങ്ങനെ ഇവിടുന്ന് നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഭാഗത്താണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ല മഴ പെയ്തു. അങ്ങനെ ഞാൻ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നേരെ മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ വന്നപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. പിന്നെ ന്യൂ ഇയർ സമയത്തൊക്കെ ഇവിടെ പറയേ വേണ്ട, അറിയാമല്ലോ, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. പിന്നെ നല്ല മഴയും നല്ല തണുപ്പും അങ്ങനെയുള്ള ആ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് നല്ല വൈബായിരുന്നു ഞാൻ വന്നപ്പോൾ. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കുറേ ചേച്ചിമാർ കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ്റെ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരിവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ഡെയിലി വൃത്തിയാക്കുന്നവരാണ്. ഇത് ഇവിടെ ചപ്പു ചവറുകളൊക്കെ എല്ലാം അവർ എടുത്ത് അപ്പം തന്നെ അവർ ഡസ്റ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അവർ കൊണ്ടുപോയി മാറ്റുന്നുണ്ട് ഇതെല്ലാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ തന്നെ ഇത് വൃത്തിയാക്കി ഇടുക. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ പോകുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഫ്ലൈ ഓവറിലോട്ടാണ് കയറുന്നത്. ന്യൂ ഇയർ സമയത്തും ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഫ്ലൈ ഓവർ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.